കാർഷിക വാർത്തകൾ. നാണ്യവിള കമ്പോളത്തിൽ നിന്നുള്ള വാർത്തകൾ. കേരളത്തിൽ ഓഫ് സീസണിലും ഏലം വരവ് വർധന കർഷകരെ ആശങ്കയിലാക്കുന്നു. വില അട്ടിമറിക്കാനുള്ള ശ്രമമാണോ ഇതെന്ന് സംശയം ഉയർന്നിട്ടുണ്ട്. ചെറുകിട മേഖലയിൽ റബ്ബർ ലാറ്റക്സിന്റെ ലഭ്യത കൂടി. ഏലം കർഷകരെ ഞെട്ടിച്ചുകൊണ്ട് വണ്ടൻമേട്ടിൽ നടന്ന ലേലത്തിൽ 90,945 കിലോഗ്രാം ചരക്ക് വിൽപ്പനയ്ക്ക് വന്നു. ഓഫ് സീസൺ കാലയളവിൽ ഇത്രയും ചരക്ക് വരവ് ഉൽപ്പാദകരിൽ ആശങ്ക പരത്തുകയാണ്. ഇടപാടുകാർ വീണ്ടും റീപൂളിങ്ങിന് ശ്രമം നടത്തുന്നുണ്ടോ എന്ന സംശയം ഉയർന്നിട്ടുണ്ട്. ഫെബ്രുവരിയിൽ സീസൺ തീർന്ന ശേഷം വൻതോതിൽ ചരക്ക് ഇറങ്ങണമെങ്കിൽ അതിനു പിന്നിൽ അയൽ സംസ്ഥാനത്തെ വൻ ശക്തികളുടെ സ്വാധീനമായും ഹൈറേഞ്ചിലെ കർഷകർ വിലയിരുത്തുന്നു. ഏലക്ക ശേഖരിക്കാൻ ഉത്തരേന്ത്യൻ വാങ്ങലുകാർക്കൊപ്പം കയറ്റുമതിക്കാരും ഉത്സാഹിച്ചു. ശരാശരി ഇനങ്ങൾ കിലോ 2,276 രൂപയിലും മികച്ച ഇനങ്ങൾ 2,795 രൂപയിലും കൈമാറി. അന്താരാഷ്ട്ര കുരുമുളക് വിപണിയിൽ ബ്രസീലും ഇന്തോനേഷ്യയും നിരക്കുയർത്തിയെങ്കിലും മറ്റ് വിദേശ രാജ്യങ്ങളുമായി ഒപ്പുവെച്ചതായി സൂചനയില്ല. ഏതാനും ദിവസങ്ങളായി ഇന്ത്യൻ വിപണിയിൽ കുരുമുളക് മികവ് കാണിക്കുന്നത് രാജ്യാന്തര മാർക്കറ്റിന്റെ മുന്നേറ്റത്തിന് ശക്തി പകരാൻ ഇടയുണ്ട്. ഇന്ത്യൻ കയറ്റുമതിക്കാർ ടണ്ണിന് $8,200 ആവശ്യപ്പെടുമ്പോൾ മലേഷ്യ $8,500 മറ്റു ഉൽപ്പാദന രാജ്യങ്ങൾ $7,500 ചരക്ക് വാഗ്ദാനം ചെയ്തു. സംസ്ഥാനത്ത് റബ്ബർ ടാപ്പിംഗ് കൂടുതൽ ഊർജിതമായി. ലാറ്റക്സ് ലഭ്യത ചെറുകിട വിപണികളിൽ ഉയർന്നതോടെ വ്യവസായികൾ നിരക്കിടിക്കാൻ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കൊച്ചിയിൽ കിലോ 130 രൂപയായി ഇടിഞ്ഞാണ് ലാറ്റക്സിന്റെ ഇടപാടുകൾ നടന്നത്. അതേസമയം ഒട്ടുപാൽ 147 രൂപ പ്രകാരവും ഉത്തരേന്ത്യൻ വ്യവസായികൾ ശേഖരിച്ചു. 4ാം ഗ്രേഡ് കിലോ 230 രൂപയിൽ വിപണനം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചുക്കുവിലയിൽ ഗണ്യമായ ഇടിവ്. ഉത്തരേന്ത്യൻ ശൈത്യകാല ഡിമാൻഡ് മുന്നിൽ കണ്ട് നടത്തിയ അധിക സംഭരണമാണ് ചുക്കിന് വെല്ലുവിളിയായത്. ചുക്കിന്റെ സംഭരണം ഉയർന്നത് വിപണിക്ക് ബാധ്യതയായി മാറുമോ എന്ന ആശങ്കയിൽ ചുക്ക് വില കിൻഡലിന് 3,500 രൂപയാണ് ഇടിഞ്ഞത്. മീഡിയം ചുക്ക് വില 36,000 രൂപയിൽ നിന്നും 32,500 താഴ്ന്നപ്പോൾ ബെസ്റ്റ് ചുക്ക് വില 38,000 രൂപയിൽ നിന്ന് 36,000 രൂപയായി കുറഞ്ഞു. അതേസമയം അറബ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിൽ പ്രതീക്ഷ വെച്ചിരിക്കുകയാണ് വിപണി. ചൈനീസ് നൈജീരിയൻ ചുക്കുകൾ വിപണിയിലുണ്ടെങ്കിലും ദക്ഷിണേന്ത്യൻ ചുക്കിന്റെ ഗുണനിലവാരമാണ് കയറ്റുമതിയിൽ നേട്ടമാകുക. എന്നാൽ കയറ്റുമതിയിൽ ഡിമാൻഡുള്ള ബെസ്റ്റ് ചുക്കിനും ഇത്തവണ കാര്യമായ മുന്നേറ്റമുണ്ടായിട്ടില്ലെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന. പാട്ടത്തിന് ഭൂമിയെടുത്താണ് പലരും ഇഞ്ചിക്കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഈ മേഖലയിൽ നഷ്ടങ്ങൾ തുടർക്കഥയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നെൽകർഷകർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കീടനിരീക്ഷണ കേന്ദ്രം. ഇലകരിച്ചിലിനു പിന്നാലെ കീടരോഗങ്ങളും നെല്ലിന് വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ്. കുട്ടനാട് മേഖലകളിലാണ് നെൽകർഷകർക്ക് ഭീഷണിയായി കീടരോഗം പടർന്നു പിടിക്കുന്നത്. 70 ദിവസത്തോളം പ്രായമായ നെൽച്ചെടികളിൽ കീടാക്രമണം കണ്ടുവരുന്നത്. നിലവിലുള്ള അനുകൂല കാലാവസ്ഥയാണ് കീടാക്രമണം വർദ്ധിക്കാൻ കാരണം. നെടുമുടി, കൈനഗിരി കൃഷിഭവനുകൾക്ക് കീഴിലുള്ള പാടശേഖരങ്ങളിലാണ് കൂടുതലായും ഇത് കണ്ടുവരുന്നത്. കീടങ്ങളിലെ രോഗബാധയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് കീടനിയന്ത്രണ കേന്ദ്രവുമായോ നെല്ല് ഗവേഷണ കേന്ദ്രവുമായോ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷകരുടെ താൽപ്പര്യം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരുകൾ കാർഷിക നയം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ കർഷക സംഘടനകൾ. ചുരുങ്ങിയത് 5 വർഷത്തേക്കുള്ള നയമായിരിക്കണം രൂപീകരിക്കേണ്ടതെന്നും ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി വ്യക്തമാക്കി. കാർഷിക മേഖലയിലെ മാറ്റങ്ങളിൽ നഷ്ടം നേരിടുന്നത് കർഷകരാണെന്നും ഇതിന് അറുതി വരുത്താൻ സമഗ്രമായ കാർഷിക നയം ആവശ്യമാണെന്നുമാണ് ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നത്. നയം എല്ലാ കർഷകർക്കും സഹായകമാകും. കർഷകരുടെ താൽപ്പര്യങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരുകളായിരിക്കണം നയം രൂപീകരിക്കേണ്ടതെന്നാണ് സംഘടന വാദിക്കുന്നത്. സാങ്കേതിക വിദ്യയെ സ്വീകരിക്കുന്നതിലൂടെ കർഷകർക്കും ഉപഭോക്താക്കൾക്കും പ്രയോജനം ചെയ്യുന്ന കൃത്യമായ കൃഷിയുടെ ഒരു പുതിയ യുഗത്തിലേക്ക് ഇന്ത്യക്ക് മുന്നേറാൻ കഴിയും. ഇടയ്ക്കിടെയുള്ള പോളിസി മാറ്റങ്ങൾ കർഷകരെ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുമെന്നും അതിനാൽ നയപരമായ സ്ഥിരത നിലനിർത്തേണ്ടത് പ്രധാനമാണെന്നും ഇത് കാർഷിക കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും സംഘടനാ നേതാക്കൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 230, RSS 5 227, ലാറ്റക്സ് 136, ജാതിക്ക 270, ജാതിപത്രി 1500 മുതൽ 1700 വരെ, ഗ്രാമ്പു 940.
അടയ്ക്ക 240, കാപ്പിക്കുരു 218, കൊക്കോ പരിപ്പ് 260, കുരുമുളക് ഗാർബിൾ 67,700, കുരുമുളക് അൺഗാർബിൾ 65,700, ഏലക്ക 2,100 മുതൽ 2,250 വരെ, വെളിച്ചെണ്ണ 16,800, കൊപ്ര 11,250, ചുക്ക് 37,000.